നമസ്കാരം. ഒരു വീട്ടിൽ അനിവാര്യമായ സസ്യത്തിൽ പ്രധാനപ്പെട്ടതായ ഒരു സസ്യമാണ് തുളസി. തുളസിത്തറ ഏതൊരു വീട്ടിലും അനിവാര്യമായ ഒന്ന് തന്നെയാകുന്നു. ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകുന്നതായ സസ്യം തന്നെയാകുന്നു. തുളസിയിൽ തട്ടിയ കാറ്റ് നമ്മളിൽ തട്ടുന്നത് പോലും മഹാഭാഗ്യം തന്നെയാകുന്നു. ഇത് തുളസിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. രാവിലെ തുളസി പൂജ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്നു എന്നാണ് വിശ്വാസം. കുളിച്ച് ശരീരശുദ്ധി വരുത്തി തുളസിത്തറയ്ക്ക് ചുറ്റും 3 തവണ പ്രദക്ഷിണം വച്ച് തുളസിയെ നനയ്ക്കുന്നതും സന്ധ്യയ്ക്ക് തുളസി ചുവട്ടിൽ ദീപം തെളിയിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. തുളസിത്തറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ജപിക്കേണ്ടതായ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. കാരണം മഹാലക്ഷ്മി ദേവിയുടെയും അഥവാ ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം തന്നെയാണ് ഈ മന്ത്രജപത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. മന്ത്രം ഇപ്രകാരമാകുന്നു: പ്രസീദ തുളസീ ദേവി പ്രസീദ ഹരി വല്ലഭേ ക്ഷീരോദ മദനോദ്ഭൂതേ തുളസീ ത്വാം നമാമ്യഹം എന്നാകുന്നു. പ്രസീദ തുളസീ ദേവി പ്രസീദ ഹരി വല്ലഭേ ക്ഷീരോദ മദനോദ്ഭൂതേ തുളസീ ത്വാം നമാമ്യഹം എന്നാണ് മന്ത്രം. ഈ മന്ത്രം നിങ്ങൾ നിത്യവും തുളസിയെ വലം വയ്ക്കുമ്പോൾ ജപിക്കുന്നതും അല്ലെങ്കിൽ തുളസിക്ക് വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. തുളസിയെ നാം ചില പ്രത്യേക ദിശകളിൽ നടന്നതിലൂടെ പെട്ടെന്ന് തന്നെ ആ വ്യക്തികൾക്ക് ഭാഗ്യം, സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാവുകയും കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തുളസി വീടുകളിലുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏത് ദിശയിലാണ് തുളസി വളരുന്നത് എങ്കിൽ പോലും ഉത്തമമാകുന്നു. എന്നാൽ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ഒരു തുളസിയെങ്കിലും ഉണ്ടാകേണ്ടതാകുന്നു. എന്നാൽ ഓരോ ദിശകളിൽ വളർത്തുന്നതിലൂടെ പ്രത്യേക ഫലങ്ങൾ തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കിഴക്കാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നട്ടു വളർത്തുകയാണ് എങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ശരിയായ പരിപാലനവും അനിവാര്യം തന്നെയാകുന്നു. വടക്ക് ദിശയിലാണ് വളർത്തുന്നത് എങ്കിൽ സമ്പൽ സമൃദ്ധിയും ഭാഗ്യവും ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. തെക്കാണ് തുളസി വളർത്തുന്നത് എങ്കിൽ ആ വീടുകളിൽ ആരോഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കും. രോഗദുരിതങ്ങളുണ്ട് എങ്കിൽ അത്തരം ദുരിതങ്ങളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതിനാൽ തെക്ക് ദിശയിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. പടിഞ്ഞാറ് ദിശയിലാണ് എങ്കിൽ ആ വീടുകളിൽ നാൾക്ക് നാൾ ഐക്യം വർദ്ധിക്കുന്നതാണ്. പല വീടുകളിലെയും പ്രധാനപ്പെട്ട പ്രശ്നം തർക്കങ്ങളാകുന്നു. ദമ്പതികൾ തമ്മിലുള്ള തർക്കങ്ങൾ പല വീടുകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാകുന്നു. ഇപ്രകാരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും പടിഞ്ഞാറ് ദിശയിൽ വളർത്തുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. പടിഞ്ഞാറ് ദിശയിൽ വളർത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ അടുത്തായി ചില ചെടികളില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അനിവാര്യമാകുന്നു. അതായത് തുളസി വളർത്തുന്നതായ സാഹചര്യത്തിൽ ചില ചെടികൾ തുളസിയുടെ അടുത്ത് വരികയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായി ഭവിക്കും. അതിൽ ആദ്യത്തേതായ ചെടി മുള്ളുള്ള ചെടികളാകുന്നു. റോസാ പുഷ്പം ഒഴിച്ച് മറ്റ് ചെടികൾ മുള്ളുള്ളതാണ് എങ്കിൽ അത്തരം സസ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ തുളസിയുടെ അടുത്ത് വളർത്തരുത്. ഇപ്രകാരം വളർത്തുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യങ്ങൾ നഷ്ടമാകുന്നതിന് കാരണമായി തീരും. കേടായ ചെടികൾ ഒരിക്കലും തുളസിയുടെ അടുത്ത് നിൽക്കുവാൻ പാടുള്ളതല്ല. അത് യഥാസമയം ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആരും ചവിട്ടാത്ത ഇടത്ത് കളയുന്നതാണ് ഏറ്റവും വിശേഷം. അതിനാൽ കേടായ ചെടികൾ ഇപ്രകാരം ചെയ്യുക. പടരുന്നതായ ചെടികൾ തുളസിയുടെ അടുത്ത് വരരുത് എന്നാണ് പറയുക. വരുന്നതിലൂടെ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ചപ്പ് ചവറ് ഒരിക്കലും തുളസിയുടെ അടുത്ത് ഇടാൻ പാടുള്ളതല്ല. ഇപ്രകാരം ഇടുന്നതിലൂടെ ദോഷകരമായ കാര്യങ്ങൾ, നെഗറ്റീവായ ഊർജം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും.
അതിനാൽ ചപ്പുചവറുകൾ ഒരിക്കലും തുളസിയുടെ അടുത്ത് വരാൻ പാടില്ല എന്നാണ് പറയുക. ചില അവസരങ്ങളിൽ പലരും ചപ്പുചവറുകൾ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ തുളസിയുടെ അടുത്തിട്ട് കത്തിക്കുന്നതാകുന്നു. ഇപ്രകാരം ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ദോഷമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇത്തരം പ്രവൃത്തികൾ പാടുള്ളതല്ല. ജലം പല അവസരങ്ങളിലും അത് മലിനജലമാകാം, കെട്ടി നിൽക്കുന്നതായ പ്രവണത ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അത് ദോഷകരമാണ്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഒരിക്കലും തുളസിയുടെ അടുത്ത് അഴ കെട്ടരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ പോസിറ്റീവ് ഊർജം നഷ്ടമാകുന്നതിനും അത് കാരണമായി തീരും. അതിനാൽ ഒരിക്കലും അഴ തുളസിയുടെ അടുത്ത് വരാൻ പാടുള്ളതല്ല. മഹാലക്ഷ്മി ദേവിയെ പോലും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഞാൻ ഈ പരാമർശിക്കുന്ന 2 ദിശകളിൽ തീർച്ചയായും തുളസി നിങ്ങൾ വളർത്തേണ്ടതായിട്ടുണ്ട്. ഇനി അഥവാ തുളസി വളരുന്നുണ്ട് എങ്കിൽ പോലും അല്ലെങ്കിൽ വളർത്തുകയാണ് എങ്കിൽ പോലും ഈ സസ്യം അതോടൊപ്പം വളർത്തുക. ഈ സസ്യങ്ങൾ വളർത്തുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരും. പ്രത്യേകിച്ചും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കടന്നു വരും. ലക്ഷ്മി ദേവിയുടെയും സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം ആ വീടുകളിൽ ഇരട്ടിക്കുന്നതാകുന്നു. കാരണം ഈ സസ്യങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളുള്ള സസ്യങ്ങളാകുന്നു. അതിനാൽ തന്നെ ഇരട്ടി പോസിറ്റീവ് ഊർജം ആ വീടുകളിലേക്ക് വന്നു ചേരുന്നതിനും നെഗറ്റീവായ ഊർജത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകുന്നു. ആദ്യത്തെ ദിശ വടക്ക് കിഴക്ക് ദിശയാണ്. മുൻപ് പരാമർശിച്ച ദിശ തന്നെയാകുന്നു. ഈശാനമൂല എന്നാണ് ഈ ദിശയെ പറയുക. അതിനാൽ ഈ ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതോടൊപ്പം നിങ്ങൾ തുളസി വളർത്തുകയും കൂടി ചെയ്യുന്നതിലൂടെ ഇരട്ടി സൗഭാഗ്യമാണ് ആ വീടുകളിൽ വന്നു ചേരുക. എന്നാൽ തുളസിക്ക് അടുത്തായി ഒരു കറ്റാർ വാഴ കൂടി നടുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഇരട്ടി നേട്ടങ്ങളാണ് വന്നു ചേരുക. മേൽ പരാമർശിച്ച സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു ദിശ പടിഞ്ഞാറ് ദിശയാണ്. വളരെയധികം പ്രാധാന്യമുള്ള ദിശ തന്നെയാകുന്നു. ഈ ദിശയിൽ മഞ്ഞളാണ് നട്ട് വളർത്തേണ്ടത്. അതായത് തുളസിയോടൊപ്പം ഒരു മഞ്ഞൾ കൂടി നട്ട് വളർത്തുക. ഇനി തുളസി ഇല്ല എങ്കിൽ പോലും ഈ ദിശയിൽ ഒരു തുളസിയും മഞ്ഞളും നട്ട് വളർത്തുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ ആ വീടുകൾക്ക് വന്നു ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. കൂടാതെ നിങ്ങളുടെ വീടുകളിൽ തുളസിത്തറയുണ്ട് എങ്കിൽ ആ തുളസിത്തറയിൽ ഒരു മഞ്ഞൾ ചെടി കൂടി നട്ട് വളർത്തുന്നത് ഉത്തമമാകുന്നു. അപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. ഞാൻ ഈ പരാമർശിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാകുന്നു. ഈ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ വന്നു ഭവിക്കും.